നമസ്കാരം എല്ലാവർക്കും ഗ്രീൻ വേൾഡ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വീഡിയോസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻഫർമേഷൻസ് എല്ലാം ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. ഓക്കെ ഫൈൻ. സോ ഇന്നിവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IGC2വിൻ്റെ റിസ്ക് അസസ്മെൻറ്റ് IGC2 അതായത് റിസ്ക് അസസ്മെൻറ്റ് പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ആൾറെഡി ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 2. എൻ്റെ പേര് ശങ്കർ ശ്രീകുമാർ. സോ ലെറ്റ്സ് സ്ട്രെയിറ്റ് അവേ ഗോ ഓൺ ടു ഇറ്റ് സോ ദാറ്റ് നമ്മുടെ സമയം നമ്മൾ ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നില്ല. പാർട്ട് 1 ആൾറെഡി നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പാർട്ട് 2 ആണ്. ആദ്യമേ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. റിസ്ക് അസസ്മെൻറ്റ് സമയമെടുത്ത് എഴുതേണ്ട ഒരു സംഭവമാണ്. ലാസ്റ്റ് മിനിറ്റിലേക്ക് വയ്ക്കരുത്. അത് പാർട്ട് ബൈ പാർട്ടായിട്ട് അപ്പം തന്നെ നമ്മൾ എഴുതി പോകണം. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് പാർട്ട് 2 ആണ് നമ്മൾ നോക്കുന്നത്. സോ എന്താണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്? സെറ്റ് ഓഫ് ഹസാർഡ്സ് ആൻഡ് ഹസാർഡ് കാറ്റഗറീസ്. ഇതാണ് നമ്മളുടെ പാർട്ട് 2. ഹസാർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ കാറ്റഗറൈസ് ചെയ്ത് അതിൻ്റെ കൂടുതൽ വിവരണങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ പാർട്ട് 2 മെയിൻലി ഇമ്പോർട്ടൻറ്റ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് പെർട്ടിക്കുലർ റിസ്ക് അസസ്മെൻറ്റ് ഓർ IG2വിൻ്റെ റിസ്ക് അസസ്മെൻറ്റ്. ഞാൻ ഇത് ചെയ്യാനായിട്ട് 2 മോണിറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സെക്കൻഡ് മോണിറ്ററിലൂടെ നോക്കും എന്താണ് ഞാൻ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യുന്നത്. സോ നത്തിങ് ടു വറി. പറയുന്നല്ല, ഞാൻ ഇതും കൂടെ 2 സ്ക്രീൻ യൂസ് ചെയ്തായിരിക്കും ഞാൻ ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതെന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഹസാർഡ് കാറ്റഗറീസ് ആണ്. ഹസാർഡ് കാറ്റഗറീസ് ഞാനിപ്പോൾ ഓരോന്നായിട്ട് വായിക്കാം. ഈ ഹസാർഡ് കാറ്റഗറീസ് എല്ലാം തന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ IG2 എലമെൻറ്റ് ഫ്രം എലമെൻറ്റ് നമ്പർ 5 to 11 നിന്നുമാണ് ഈ സെറ്റ് ഓഫ് ഹസാർഡ് കാറ്റഗറീസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് IG2 റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മസ്റ്റായിട്ടും നിങ്ങൾ എലമെൻറ്റ് നമ്പർ 1 to 11 കഷ്ടമായിട്ടും പഠിച്ചിരിക്കണം. പഠിച്ചാൽ മാത്രമേ നമുക്ക് IG2 എഫിഷ്യൻ്റ് എഴുതാൻ സാധിക്കുകയുള്ളൂ. സോ സ്ട്രേറ്റ് അവേ നമുക്ക് ഹസാർഡ് കാറ്റഗറീസിലേക്ക് പോകാം. എലമെൻറ്റ് നമ്പർ 5 നിന്നും നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സ്, വൈബ്രേഷൻ, റേഡിയേഷൻ, മെൻ്റൽ ഇൽ ഹെൽത്ത്, വയലൻസ് അറ്റ് വർക്ക്, സബ്സ്റ്റൻസ് അബ്യൂസ് അറ്റ് വർക്ക്. ഇത്രയും ഹസാർഡ് കാറ്റഗറീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം എലമെൻറ്റ് നമ്പർ 5 തന്നെ ഓൾമോസ്റ്റ് 1, 2, 3, 4, 5, 6 ഓൾമോസ്റ്റ് 6 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹസാർഡ് കാറ്റഗറീസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എലമെൻറ്റ് നമ്പർ 6 പോയി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് വർക്ക് റിലേറ്റഡ് അപ്പർ ലിംബ് ഡിസോർഡേഴ്സ്, മാനുവൽ ഹാൻഡലിംഗ് ആൻഡ് ലോഡ് ഹാൻഡലിംഗ് എക്യുപ്മെൻറ്റ്. ഇങ്ങനെ അടങ്ങുന്ന 1, 2, 3 ഹസാർഡ് കാറ്റഗറീസാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത്. എലമെൻറ്റ് നമ്പർ 7 പോയാൽ ഹസാർഡ് സബ്സ്റ്റൻസ് അബൌട്ട് കെമിക്കൽസ് ആൻഡ് ഓൾ ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. ദെൻ എലമെൻറ്റ് നമ്പർ 8 കുറച്ച് കൂടുതൽ പഠിക്കുന്നുണ്ട്. അതായത് ഹെൽത്ത്, വെൽഫെയർ ആൻഡ് വർക്ക് എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. വർക്ക് അറ്റ് ഹൈറ്റ് പഠിക്കുന്നുണ്ട്. ദെൻ വി ആർ സ്റ്റഡിങ് അബൌട്ട് കൺഫൈൻഡ് സ്പേസസ്, ലോൺ വർക്കിംഗ്, സ്ലിപ്പ് ട്രിപ്പ് ഹസാർഡ്സ്, മൂവ്മെൻറ്റ്സ് ഓഫ് പീപ്പിൾ അറ്റ് വർക്ക്, ദെൻ വർക്ക് റിലേറ്റഡ് ഡ്രൈവിംഗ്. ഇങ്ങനെ ഇത്രയും ടോപ്പിക്സ് ആണ് എലമെൻറ്റ് നമ്പർ 8 നമ്മൾ പഠിക്കുന്നത്. ദെൻ വി ഹാവ് എലമെൻറ്റ് നമ്പർ 9 വിച്ച് ഈസ് എ വർക്ക് എക്യുപ്മെൻറ്റ് ആൻഡ് മെഷീനറി. ദെൻ എലമെൻറ്റ് നമ്പർ 10 ഈസ് അബൌട്ട് ഫയർ ആൻഡ് എലമെൻറ്റ് നമ്പർ 11 ഈസ് ഓൾ അബൌട്ട് ഇലക്ട്രിസിറ്റി. സോ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിവിടെ എത്ര ഹസാർഡ് കാറ്റഗറീസ് നമ്മളിവിടെ പഠിക്കുകയാണ്. ഇവിടെ 19 ഹസാർഡ് കാറ്റഗറീസ് നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മളുടെ എലമെൻറ്റ് നമ്പർ 2. റിമെമ്പർ 19 ഹസാർഡ് കാറ്റഗറീസ്. നമ്മുടെ IG2 റിസ്ക് അസസ്മെൻറ്റ് എഴുതുവാനായിട്ട് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഒരു പോയിൻ്റ് ഉണ്ട്. അതായത് 10 ഡിഫറെൻറ്റ് ഹസാർഡ്സ്. സ്ക്രീനിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് എഴുതിയിരിക്കുന്ന കാണാം. 10 ഡിഫറെൻറ്റ് ഹസാർഡ്സ് ഫ്രം അറ്റ്ലീസ്റ്റ് 5 ഡിഫറെൻറ്റ് ഹസാർഡ് കാറ്റഗറീസ്. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ കൂട്ടുകാരെ, 10 ഡിഫറെൻറ്റ് ഹസാർഡ്സ് എഴുതണം. ഏതിൽ നിന്നും? 5 വ്യത്യസ്തമായ ഹസാർഡ് കാറ്റഗറീസിൽ നിന്നും. ഹസാർഡ് കാറ്റഗറീസ് ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ടേബിളിൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഹസാർഡ് കാറ്റഗറീസ്. ദ വൺ വിച്ച് യു സീ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ദി ഹസാർഡ് കാറ്റഗറീസ്. 19 ഹസാർഡ് കാറ്റഗറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 19 ഹസാർഡ് കാറ്റഗറീസ്. ഒരുപാട് സ്റ്റുഡൻസ് കാണിക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഹസാർഡ് കാറ്റഗറീസിൽ പറയാത്തതായ വ്യത്യസ്തമായ കാര്യങ്ങൾ എടുത്തുകൊണ്ടുവന്ന് എഴുതി തരും. മാർക്ക് കിട്ടത്തില്ല. അത് നടക്കുന്ന കാര്യമല്ല. നീബോഷ് കൃത്യമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് ആ ഹസാർഡ് കാറ്റഗറീസ് എന്നുള്ളത്. 19 ഹസാർഡ് കാറ്റഗറീസ് ഈ പറയുന്ന എലമെൻറ്റ് നമ്പർ 5 നിന്നും 11 വരേക്കും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇതിനകത്ത് എഴുതാത്ത ഹസാർഡ് കാറ്റഗറീസ് നിങ്ങൾ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. സോ കമ്മിങ് ടു ദ പോയിന്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹസാർഡ് കാറ്റഗറീസ് എത്ര എണ്ണം നമ്മൾ എടുക്കണം? 5 എണ്ണം നമ്മൾ എടുക്കണം. ഈ 5 നിന്ന് നമ്മൾ എത്ര ഹസാർഡ്സ് കണ്ടുപിടിക്കണം?
10 ഹസാർഡ്സ് കണ്ടുപിടിക്കണം. ഹസാർഡ്സിൻ്റെ ഡെഫിനിഷൻ ഈ നേരം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എനിത്തിങ് ദാറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം, ഇഞ്ചുറി ഓർ ഇൽ ഹെൽത്ത്. ഏതെങ്കിലും ഒരു പ്രവൃത്തിയോ എന്തെങ്കിലും ഒരു ആക്ഷനോ അതുകൊണ്ടൊരു ഹാമോ ഇഞ്ചുറിയോ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിൽ നമുക്കതിന് എന്തെന്ന് വിളിക്കാം? ഒരു ഹസാർഡ് എന്ന് നമുക്ക് വിളിക്കാം. സോ കമ്മിങ് ടു ഇറ്റ്, 19 ഹസാർഡ് കാറ്റഗറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇലക്ട്രിസിറ്റി, ഫയർ, വർക്ക് എക്യുപ്മെൻറ്റ്, ഹെൽത്ത് സബ്സ്റ്റൻസസ് ഉണ്ട്, ഹസാർഡസ് സബ്സ്റ്റൻസസ് ഉണ്ട്, ഇങ്ങനെ ഒട്ടനവധി. നോയിസ് ഉണ്ട്, വൈബ്രേഷൻ, റേഡിയേഷൻ. ഇതിൽ നിന്നും ഏതെങ്കിലും 5 എണ്ണം എടുക്കൂ. ആ 5 എണ്ണത്തിന് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ എലമെൻറ്റ് നമ്പർ 5 നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വിച്ച് ഈസ് നോയിസ്. നോയിസ് നിങ്ങളുടെ വർക്ക് പ്ലേസ്, നിങ്ങൾ വർക്ക് പ്ലേസിനകത്ത് ഒരു അസസ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നോയിസ് ഉണ്ട് എങ്കിൽ ആ നോയിസിനെ കുറിച്ച് നിങ്ങൾ എന്ത് ഹസാർഡാണ് അതെങ്ങനെ എഴുതാം എന്നുള്ളത് ഞാൻ അടുത്ത സ്ക്രീനിൽ പറഞ്ഞുതരാം. അതിനെക്കുറിച്ചൊരു ഹസാർഡ് എഴുതാം, വൈബ്രേഷനെ കുറിച്ചൊരു ഹസാർഡ് എഴുതാം, റേഡിയേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഹസാർഡ് എഴുതാം, മെൻ്റൽ ഇൽ ഹെൽത്ത്, വർക്ക് എക്യുപ്മെൻറ്റ് ആൻഡ് മെഷീനറി, ഫയർ. ഇങ്ങനെ ഏതെങ്കിലും 5 എണ്ണം. ഇനി 5 കൂടുതൽ നിങ്ങൾക്ക് എടുക്കാം. സേ ഫോർ എക്സാമ്പിൾ നോയിസിനെ കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഹസാർഡ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നിങ്ങളുടെ വർക്ക് സൈഡിൽ, പക്ഷേ നിങ്ങൾക്ക് 10 എണ്ണമാണ് എഴുതേണ്ടത്. ആ സമയം നിങ്ങൾക്ക് കൂടുതൽ ഹസാർഡ് കാറ്റഗറീസ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് 5 ഡിഫറെൻറ്റ് ഹസാർഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 5-ൽ തന്നെ നിൽക്കണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് 7 എടുക്കാം, 8 ഹസാർഡ്സ് എടുക്കാം കാറ്റഗറി ലിസ്റ്റിൽ നിന്നും. എന്നിട്ട് അതിനകത്ത് വെച്ച് 10 എണ്ണം നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ അതായത് നിങ്ങളെടുക്കുന്ന ഒരു ഹസാർഡ് കാറ്റഗറിയുടെ ഒന്നിലധികം ഹസാർഡ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ ഇറ്റ്സ് ഗുഡ്, വെൽ ആൻഡ് ഗുഡ്. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 6-7 ഹസാർഡ് കാറ്റഗറീസ് എടുത്താൽ നിങ്ങളുടെ അറിവിനെ അത് കൂടുതൽ പുറത്തേക്ക് കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പേപ്പർ കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് നമുക്ക് മനസ്സിലാവും, ഓക്കെ ദിസ് ഗൈ നോസ് തിങ്സ്. അല്ലെങ്കിൽ ഇതൊരു നല്ല വർക്ക് സൈറ്റിലാണ് ഈ പുള്ളി ഈ റിസ്ക് അസസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പുള്ളിക്ക് നല്ല ഇതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ട് എന്നാണ്. ചില കുട്ടികളുണ്ട് എലമെൻറ്റ് നമ്പർ 8-ൽ ഒരുപാട് ഹസാർഡ് കാറ്റഗറീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ എലമെൻറ്റ് നമ്പർ 8 മാത്രം അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ എലമെൻറ്റ് നമ്പർ 8ഉം 5ഉം മാത്രം അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യും. 6 ഉണ്ട്. ഇപ്പോൾ 6-ലൊക്കെ പറഞ്ഞിരിക്കുന്നത് എർഗണോമിക്സും വർക്ക് ഹാൻഡിലിംഗ്, മാനുവൽ ഹാൻഡിലിങ്ങും ലോഡ് ഹാൻഡിലിംഗ് എക്യുപ്മെൻറ്റിനെ കുറിച്ചൊക്കെ. ഇതൊക്കെ ഇല്ലാത്ത ഏത് വർക്ക് സൈറ്റ്സ് ആണുള്ളത്? അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും ഓരോന്ന് വീതം എടുക്കാൻ സാധിച്ചാൽ വളരെ നല്ലത്. അപ്പോൾ അതുകൊണ്ട് 5-ലോ അതിലധികമോ കാറ്റഗറീസ് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ പാസ്സാവണമെങ്കിൽ മിനിമം ഓർത്ത് വയ്ക്കുക, 5 മിനിമം ഡിഫറെൻറ്റ് ഹസാർഡ് കാറ്റഗറീസ് ഈ ലിസ്റ്റിൽ തന്നെ എടുക്കണം. കയ്യിൽ നിന്നിട്ടൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്, വേറെ എവിടെ നിന്നും ഒന്നും എടുക്കാൻ നിൽക്കരുത്. ഈ തന്നിരിക്കുന്ന ഹസാർഡ് കാറ്റഗറീസ് വ്യക്തമായിട്ട് എഴുതിക്കോണം. നോയിസ് എങ്കിൽ നോയിസ് എന്ന് അവിടെ എഴുതണം, എന്നാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ മിനിമം 5 ഹസാർഡ് കാറ്റഗറീസ് എടുത്തിരിക്കണം. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ, മിനിമം 10 ഹസാർഡ്സ് എങ്കിലും നിങ്ങൾ ഈ 5 കാറ്റഗറിയിൽ നിന്നും എഴുതിയിരിക്കണം. ഓക്കെ, ഇത് രണ്ടും ഇല്ല എന്നുണ്ട് എങ്കിൽ നോട്ട് മെറ്റ്, ദാറ്റ് മീൻസ് യു ആർ ഫെയിൽഡ് ഫോർ IG2. ഒരുപാട് സ്റ്റുഡൻസ് കാണിക്കുന്ന മിസ്റ്റേക്സ് ഇവിടെയൊക്കെ ഉണ്ട്. ലിസ്റ്റിലില്ലാത്ത ഹസാർഡ് കാറ്റഗറീസ് എടുത്ത് വെച്ച് എഴുതിയിട്ട് പറയും, സാർ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട് സാർ, എന്നെ പാസ്സാക്കിയില്ല. നോ, നമ്മളിതിരുന്ന് മൊത്തം എഴുതുന്ന രണ്ടാമതിരുന്ന് വായിച്ചു നോക്കി ഈ കാൻഡിഡേറ്റ് എന്തുകൊണ്ട് നോട്ട് മെറ്റ്. അപ്പോഴായിരിക്കും അതിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഇത്ര ഹസാർഡ് കാറ്റഗറീസ് എഴുതിയിട്ടില്ല, ഇല്ലെങ്കിൽ 10 ഹസാർഡ്സ് എഴുതി. ഈ എഴുതുന്ന ഹസാർഡ്സ് റിപ്പീറ്റേഷൻ ആവാനും പാടില്ല. ചില സ്റ്റുഡൻസ് അങ്ങനെയും ചില മണ്ടത്തരങ്ങൾ കാണിക്കും, റിപ്പീറ്റഡ് ഹസാർഡ്സ് എഴുതി വയ്ക്കും. അപ്പോൾ എങ്ങനെ മാർക്ക് കൊടുക്കും? ഒരേ സാധനം തന്നെ പിന്നെയും പിന്നെ എഴുതി വയ്ക്കും. അത് പാടില്ല. കൃത്യമായിട്ട് ഡിഫറൻ്റ് ആയിട്ട്. സോ വൺസ് അഗെയിൻ ബിഫോർ ഐ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്, 10 ഹസാർഡ്സ് എഴുതണം. എങ്ങനെ? 5 ഹസാർഡ് കാറ്റഗറിയിൽ നിന്നും. അത് 5ഓ അതിലധികമോ ആവാം. 6 ഹസാർഡ് കാറ്റഗറി ആവാം, 7 ആവാം, 8 ആവാം, ഈവൻ 10ക്ക് 10 എഴുതാം. അതായത് 10 ഹസാർഡ് കാറ്റഗറിയും 10 ഡിഫറെൻറ്റ് ഹസാർഡ്സും. നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 7-8 അല്ലെങ്കിൽ ഒരു 6-7 എങ്കിലും മിനിമം ഹസാർഡ് കാറ്റഗറീസ് എടുക്കുക നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്ന കോളത്തിൽ നിന്നും. എന്നിട്ട് അത് വെച്ചിട്ട് 10 ഹസാർഡ്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ എഴുതിയില്ല എന്നുണ്ട് എങ്കിൽ ഫെയിലായി പോകും കുട്ടികളെ, കേട്ടല്ലോ. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. എങ്ങനെയാണ് ഈ ഹസാർഡ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നതെന്ന്. ഒരു ഹസാർഡ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് പോകാം. സോ ഫസ്റ്റ് വൺ, അത് പോകുന്നതിന് മുമ്പായിട്ട് ഏറ്റവും മുകളിൽ പാർട്ട് 2 റിസ്ക് അസസ്മെൻറ്റ് ഒരു ചെറിയ കോളം നിങ്ങൾക്ക് ഫിൽ ചെയ്യാനുണ്ട്. അവിടെ നിങ്ങളുടെ ഓർഗനൈസേഷണൽ നെയിം എഴുതുക. നമ്മൾ പാർട്ട് 1 ഒരു ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ഓർഗനൈസേഷൻ്റെ പേര് തന്നെ ഇവിടെ എടുത്ത് എഴുതുക. ഓക്കെ, ഇവിടെ വരുമ്പോൾ വേറെ കമ്പനി പേരായി പോകരുത് എന്ന് നിങ്ങൾ കോപ്പി അടിച്ചു എന്ന് പറയുമവർ. ഒരേ കമ്പനി തുടക്കത്തിൽ. അതിനാണ് നിങ്ങളുടെ അടുത്ത് പാർട്ട് 1 വ്യക്തമായിട്ട് നിങ്ങളുടെ കമ്പനിയെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറഞ്ഞത്. So you have to make sure that you take that company name and put it over here. അതേ കമ്പനി പേര് തന്നെ ഇവിടെ ഇടുവാനായിട്ട് മറക്കരുത്. പിന്നെ ഇടാനുള്ളത് ഡേറ്റ് ഓഫ് അസസ്മെൻറ്റ്. എന്താണ് ഈ ഡേറ്റ് ഓഫ് അസസ്മെൻറ്റ്? നിങ്ങളുടെ IG1 OBE എക്സാം, ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ഡേറ്റ് തൊട്ട് IG2 സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഡേറ്റാണ് എഴുതാനുള്ളത്.
സേ ഫോർ എക്സാമ്പിൾ ഓൾമോസ്റ്റ് ഓൾ OB എക്സാംസ് നടക്കുന്നത് ഫസ്റ്റ് വീക്കിലാണ്, 4-ാം തീയതി 5-ാം തീയതിയോ 6-ാം തീയതിയോ ഒക്കെയാണ്. ഇപ്പം നമുക്ക് 5-ാം തീയതി മാർച്ച് 5-ാം തീയതി ആയിരുന്നു നിങ്ങളുടെ എക്സാം എങ്കിൽ 5-ാം തീയതി തൊട്ട് 10-ാം തീയതിക്കകത്തുള്ളൊരു ഡേറ്റ് എഴുതുക. 5 മാർച്ച് തൊട്ട് 10 മാർച്ചിനകത്തുള്ളൊരു ഡേറ്റ് എഴുതുക. ഏത് ദിവസമായിരുന്നു നിങ്ങളുടെ OB എക്സാം അതിനകത്ത് നിന്നുള്ളൊരു ഡേറ്റ് വേണം നിങ്ങൾ മസ്റ്റായിട്ട് എഴുതുവാൻ ഉള്ളത്. സോ പിന്നെ സ്കോപ്പ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ്, ഗരാജ് ആൻഡ് സ്പ്രേ ബൂത്ത് ആക്ടിവിറ്റീസ്, നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണോ നിങ്ങൾ എഴുതാൻ പോകുന്നത് അത് വേണം നിങ്ങൾ അവിടെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. സെയിം സെക്ഷനിൽ സ്കോപ്പ് ഓഫ് ദിസ് ഇൻഫർമേഷൻ ഷുഡ് അലൈൻ വിത്ത് വാട്ട് യു ഹാവ് മെൻഷൻ ഇൻ ദ പാർട്ട് 1. നിങ്ങൾ പാർട്ട് 1 ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലേ കമ്പനിയുടെ ഡിസ്ക്രിപ്ഷനെ കുറിച്ച്, അത് വേണം നിങ്ങളുടെ സ്കോപ്പ് ഓഫ് റിസ്ക് അസസ്മെൻറ്റിൽ നിങ്ങൾ എഴുതുവാനുള്ളത്. ഇവിടെ തന്നിരിക്കുന്നത് ഗരാജ് ആൻഡ് സ്പ്രേ ബൂത്ത് ആക്ടിവിറ്റീസ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ആ ഫസ്റ്റ് റിസ്ക് അസസ്മെൻറ്റിൻ്റെ പാർട്ട് 1 നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ ഒരു സാമ്പിളിനകത്ത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരുന്നത്. നോക്കൂ, ഇതേ സാമ്പിൾ നമ്മുടെ LMSനകത്തും നിങ്ങൾ ഫേസ് ടു ഫേസ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്യൂട്ടർ നിങ്ങൾക്ക് ഈ സാമ്പിൾ പ്രൊവൈഡ് ചെയ്യും. ഈ സാമ്പിളിൽ നിന്നൊന്നും കോപ്പി ചെയ്ത് വെക്കല്ലേ, ഈ സാമ്പിൾ റിപ്പോർട്ട്സ് എല്ലാം തന്നെ നീബോഷിൻ്റെ കയ്യിലുണ്ട്. ആരെങ്കിലും ഇതിനകത്തുനിന്ന് കോപ്പി ചെയ്താൽ അവർ ഓട്ടോമാറ്റിക്കലി മാൽ പ്രാക്ടീസിന് നിങ്ങളെ പിടിക്കുകയും നിങ്ങളുടെ റിപ്പോർട്ട് ക്യാൻസൽ ചെയ്യുകയും മാത്രവുമല്ല ഭാഗ്യമുണ്ടെങ്കിൽ 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം ഇല്ലെങ്കിൽ ലൈഫ് ലോങ് ബാൻ വരെ കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. ഒരു കാരണവശാലും അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നുള്ളതാണ്. മിനിമം ഒരു എക്സാം കഴിയുന്ന സമയത്ത് ഒരു 4 മുതൽ ഒരു 6-7 എണ്ണം മിനിമം ഒരു മാൽ പ്രാക്ടീസ് ലെറ്റർ നമുക്ക് വരാറുണ്ട്. ഈ സ്റ്റുഡൻറ്റ് തന്നിരിക്കുന്ന IG2 റിസ്ക് അസസ്മെൻറ്റിൻ്റെ ഒട്ടനവധി ഭാഗങ്ങൾ ഒരു സാമ്പിൾ റിപ്പോർട്ടിനകത്തുള്ള റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളുമായി മാച്ച് ചെയ്യുന്നു, അതുകൊണ്ട് ഈ റിസൾട്ട്സ് വിത്ത്ഹെൽഡ് ചെയ്തിരിക്കുകയാണെന്ന്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് മിനിറ്റിൽ 10-ാം തീയതിയാണ് IG2വിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ 9-ാം തീയതി പൊടിയൊക്കെ തട്ടി എണീറ്റ് പയ്യെ ഇരുന്ന് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓടി എത്തത്തില്ല, എഴുതി എത്തത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കോപ്പി അടിക്കാനുള്ള ടെൻഡൻസി വരും. ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയെക്കുറിച്ച് പറഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഹസാർഡ്സ് എഴുതി വയ്ക്കും, ഇല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് ഒരു തുണിക്കടയിൽ ഉണ്ടാകുന്ന ഹസാർഡ്സ് എല്ലാം അവിടെ എഴുതി വയ്ക്കും. ഇങ്ങനെയൊക്കെ എഴുതിയാൽ നടക്കുന്ന കാര്യമല്ലോ. ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. അവിടെയും ഇവിടെയും പോയിട്ട് കോപ്പി അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നത്തിൽ തന്നെയാവും. ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ റിപ്പോർട്ട്സുകളും നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദ മെയിൻ പാർട്ട്. ഫസ്റ്റ് കോളം. അപ്പോൾ നമ്മൾ മുകളിലത്തെ കോളംസ് എല്ലാം ഡിഫൈൻ ചെയ്തു. അടുത്ത മെയിൻ കോളം ഹസാർഡ് കാറ്റഗറി ആൻഡ് ഹസാർഡ്. ഇവിടെയാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഹസാർഡ് കാറ്റഗറിയും ഹസാർഡ്സിനെ കുറിച്ച് നമ്മൾ എഴുതാനുള്ളത്. ഹസാർഡ് കാറ്റഗറി റൈറ്റ് സൈഡ് കോളത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഓൾമോസ്റ്റ് ഒരു 19 വ്യത്യസ്തമായ ഹസാർഡ് കാറ്റഗറീസ് നമ്മൾ എലമെൻറ്റ് നമ്പർ 5 തൊട്ട് 11 വരെ പഠിക്കുന്നുണ്ട്. അതിനകത്തും തുറന്നെടുത്ത് എഴുതുക. ആദ്യം എഴുതിയിരിക്കുന്നത് എന്താണ്? ഡസ്റ്റ്. ഓർമ്മയുണ്ടോ ഇത് ഏത് ഹസാർഡ് കാറ്റഗറി ആയിരുന്നു എന്നുള്ളത്? ഡസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ കൃത്യമായിട്ടാണ് ഇത് പറയുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ഏതോ ഒരു ഹസാർഡിനകത്ത് നമ്മൾ അപ്പോൾ ആ ഡസ്റ്റ് ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ ഡസ്റ്റോ നോയ്സോ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ അതിനെക്കുറിച്ച് എഴുതണമെങ്കിൽ സോ ഹസാർഡ് കാറ്റഗറി ആൻഡ് ഹസാർഡ്. ഹസാർഡ് കാറ്റഗറി മാത്രം അങ്ങനെ എഴുതി വെച്ചാൽ പോരാ, നിങ്ങൾ ഹസാർഡ് എന്താണ് ആ ഹസാർഡ് എന്ന് കൂടെ എഴുതണം. സോ ഈ ഇപ്പോൾ എന്താ സാമ്പിൾ റിപ്പോർട്ട് തന്നിരിക്കുന്നത്? ഡസ്റ്റ്, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രോസസ് ഡസ്റ്റ്. ആ പർട്ടിക്കുലർ ഗാരേജിൽ ഒരുപാട് ഡസ്റ്റ് ഉണ്ട്, പ്രോസസ് ഡസ്റ്റ് ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തു. സോ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ഹസാർഡ് കാറ്റഗറിയിൽ ഹസാർഡസ് സബ്സ്റ്റൻസ് കൃത്യമായിട്ടാണ് അത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഏതാണെന്നുള്ളത് നോക്കൂ. അടുത്തതിനകത്ത് പോകാം. ഹൂ മൈറ്റ് ബി ഹാംഡ് ആൻഡ് ഹൗ. വളരെ രസകരമായ ഒരു കാര്യമാണ്. ഇവിടെയും സ്റ്റുഡൻസ് ഒട്ടനവധി മിസ്റ്റേക്സ് കാണിക്കാറുണ്ട്. ഹൂ മൈറ്റ് ബി ഹാംഡ് ആൻഡ് ഹൗ. ഇവിടെ ഹൂ മൈറ്റ് ബി ഹാംഡ് മാത്രം എഴുതുന്നവരും ഉണ്ട്, ഹൗ എഴുതുന്നവരും ഉണ്ട്. അത് പറ്റത്തില്ല. ഇത് രണ്ടും വ്യക്തമായിട്ട് എഴുതണം. ഹൂ മൈറ്റ് ബി ഹാംഡ്, ആർക്കാണ് ഹാം വരാനുള്ള ചാൻസ്, എന്നാൽ അതെങ്ങനെ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഏതാണ് എൻ്റെ അർത്ഥം? ആർക്കാണോ ഹസാർഡ് ഉണ്ടാവാനുള്ള ചാൻസ് അല്ലെങ്കിൽ ഹാം ഉണ്ടാവാനുള്ള ചാൻസ്, എന്നാൽ ഉണ്ടായാൽ അതെങ്ങനെയെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതണം. അത് ഒരു ലൈനിലൊന്നും എഴുതിയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്നില്ല. വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്ത് എഴുതിയേ പറ്റത്തുള്ളൂ. ഞാൻ ഈ സാമ്പിളിനകത്തുള്ളതൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം, എന്നിട്ട് ഞാനത് മലയാളത്തിൽ പറഞ്ഞു തരാം. സോ ഡസ്റ്റാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഹസാർഡ് കാറ്റഗറി. ഹസാർഡ് സബ്സ്റ്റൻസ് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. അതിനകത്ത് ഡസ്റ്റ്. ഓൾ വർക്കേഴ്സ്, കസ്റ്റമേഴ്സ് ആൻഡ് അതേഴ്സ് വിസിറ്റിംഗ് ദി ഓർഗനൈസേഷൻ. ഹൂ മൈറ്റ് ബി ഹാംഡ് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് എഴുതിയിരിക്കുന്നത്. എല്ലാ വർക്കേഴ്സിനും, അത് മാത്രവുമല്ല വർക്ക്ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള എല്ലാ കസ്റ്റമേഴ്സും. നമ്മൾ അതുകൂടി ചിന്തിക്കണം. ചുമ്മാ എംപ്ലോയീസ് മാത്രം ചിന്തിച്ചുകൊണ്ട് ഹസാർഡ്സ് എഴുതിയാൽ നടക്കത്തില്ല. ഗസ്റ്റ് വരാൻ ഒരുവിധപ്പെട്ട 80% 90% കമ്പനികളിലും ഗസ്റ്റ് അലൗഡാണ്. അതാരും ആവാം. കമ്പനിയുടെ എക്സ്റ്റേണൽ കമ്പനീസിലുള്ള ആൾക്കാരായിരിക്കാം, ക്ലയൻസ് ആവാം, സബ് കോൺട്രാക്ടേഴ്സ് ആയിരിക്കാം, ആരും വേണമെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവരെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതാണ് ഓൾ വർക്കേഴ്സ്, കസ്റ്റമേഴ്സ് ആൻഡ് അതേഴ്സ് വിസിറ്റിംഗ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, ഞാനത് ഹൗ
എങ്ങനെയാണ് ഈ കസ്റ്റമേഴ്സും അതേഴ്സും ഒക്കെ അഫക്റ്റ് ആവാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നത്. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രോസസ് ഡസ്റ്റ് ആർ ഓൾവേസ് പ്രസൻറ്റ് ഫ്രം ദി റുട്ടീൻ ആൻഡ് ഫ്രീക്വൻറ്റ് ആക്ടിവിറ്റീസ് ബീങ് ക്യാരിഡ് ഔട്ട്. റെഗുലറായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നത് കൊണ്ട് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഡസ്റ്റ് ജനറേറ്റ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ സിൻസ് ദർ ഈസ് നോ ഡസ്റ്റ് എക്സ്ട്രാക്ഷൻ, പീപ്പിൾ ബ്രീത്ത് ഇൻ ഹസാർഡസ് ഡസ്റ്റ് വിച്ച് ക്യാൻ കോസ് എനിത്തിങ് ഫ്രം ഷോർട്ട് ടേം ഇറിറ്റേഷൻ ടു ലോങ് ടേം സീരിയസ് ഹെൽത്ത് കണ്ടീഷൻസ്. അതായത് ആ കമ്പനിയിൽ നിലവിൽ ഡസ്റ്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡ്സ് ഒന്നും തന്നെ വെച്ചിട്ടില്ല എന്നാണ് ഈ സാമ്പിളിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് കാരണം ലോങ് ടേം തൊട്ട് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയധികം ഉണ്ട്. പീപ്പിൾ ക്യാൻ ഓൾസോ ഗെറ്റ് ദ ഇറിറ്റന്റ് ഡസ്റ്റ് ഇൻ ടു ദ സ്കിൻ വിച്ച് ക്യാൻ കോസ് ഡെർമറ്റൈറ്റിസ്. സ്കിൻ ഡസ്റ്റ് സ്കിന്നിലേക്ക് വന്ന് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ചില കെമിക്കൽ ഡസ്റ്റസ് ഒക്കെ ആണെന്നുണ്ട് എങ്കിൽ ഡെർമറ്റൈറ്റിസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇൻ ദർ ഐസ് ഓർ ഈവൻ ആക്സിഡൻ്റ് ഐ കണ്ണിനകത്ത് പോയാലും പ്രോബ്ലംസ് ഉണ്ടാവുന്നൊക്കെ എഴുതി. സോ എല്ലാം വ്യക്തമായിട്ട് എഴുതുക, ക്ലിയർ ആയിട്ട്. ഒരു ഡസ്റ്റ് കൊണ്ട് എന്തെല്ലാം ഹാം ഉണ്ടാവാൻ സാധിക്കുമോ അത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യുക. ഇവിടെ സ്റ്റുഡൻസ് ഒന്നുകിൽ എന്ത് ചെയ്യും, ഹൂ മൈറ്റ് ബി ഹാംഡ് അങ്ങ് കളയും, ഇല്ലെങ്കിൽ ഹൗ, എങ്ങനെ അവർക്കൊരു ഹാം ഉണ്ടാവും എന്നുള്ളത് ഡിഫൈൻ ചെയ്യാതിരിക്കും. ഇനി രണ്ടും ചെയ്തു വെച്ചാലും ഒരു ലൈനിലോ 2 ലൈനിലോ എഴുതി അങ്ങ് തീർക്കും. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഇതൊരു പ്രൊഫഷണൽ എക്സാം ആണ്. ടേക്ക് യുവർ ടൈം. അത് എഴുതി നിങ്ങളൊരു ഹസാർഡ്, നിങ്ങളുടെ ഈ ഹസാർഡ് ഡെഫിനിഷനിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ആൾക്ക് ഇത് പ്രോപ്പറായിട്ട് എഴുതാൻ അറിയാം. ഈ ഹസാർഡ് കണ്ടുപിടിച്ചാൽ ഈ ഹസാർഡ് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഡിഫൈൻ ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നും കൂടെയാണ് നിങ്ങൾ ഇതിനകത്തൂടെ പ്രൂവ് ചെയ്യുന്നത്. അത് നിങ്ങൾ നേരെ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മാർക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്? 1-2 വാക്കിൽ എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ട് അപ്പം ഈ കുട്ടിക്ക് അറിയത്തില്ല എന്നായിരിക്കും നമ്മൾ വിശ്വസിക്കുന്നത്. സോ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ ഉണ്ട്. അടുത്ത നെക്സ്റ്റ് തേർഡ് കോളത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. തേർഡ് കോളം എന്ന് പറയുന്നത് വാട്ട് ആർ യു ആൾറെഡി ഡൂയിങ്. നിലവിൽ നിങ്ങൾ എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് നിങ്ങളെ കമ്പനിക്കകത്തുണ്ട്. ചില കമ്പനീസിൽ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് കൺട്രോൾ സിസ്റ്റംസ് ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും എന്തെവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മിസ് കാണത്തില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് അവിടെ ഇവിടെ ഒരു മെയിൻ സിസ്റ്റത്തിന് ഇല്ലയെന്ന് എഴുതിയിട്ട് അത് അപ്പുറത്ത് കണ്ടുപിടിച്ച് എഴുതിയാലും മതി. അതും ആവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സോ വാട്ട് ആർ യു ആൾറെഡി ഡൂയിങ്. അവിടെ എന്തുണ്ട്? ഡൈല്യൂഷൻ വെന്റിലേഷൻ ഉണ്ട്. ഡസ്റ്റ് മാസ് അവൈലബിൾ ബട്ട് ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ദാറ്റ് ദീസ് ആർ വോൺ. അത് മാൻഡേറ്ററി ആക്കിയിട്ടില്ല. ഡസ്റ്റ് മാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആരും ധരിക്കാറില്ല എന്നാണ് ഇദ്ദേഹം ഈ സാമ്പിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. വാട്ട് ആർ യു ആൾറെഡി ഡൂയിങ്. ആകെ 2 ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ 2 ടൈപ്പ് കൺട്രോൾ മെഷേഴ്സ് മാത്രമാണ് ഈ കമ്പനിയിൽ നിലവിൽ ഉള്ളത്. അത് രണ്ടാമത്തത് അത്ര ആക്റ്റീവ് പോലും അല്ല. ഓക്കെ, നെക്സ്റ്റ് ഗോ ടു ദ 4th കോളം. വാട്ട് ഫെർദർ കൺട്രോൾസ് ആൻഡ് ആക്ഷൻസ് ആർ റിക്വയർഡ്. അതിന് മുമ്പായിട്ട് ഞാൻ പറയുകയാണ്, ഈ തൊട്ട് മുമ്പ് കണ്ട കോളം നമ്പർ 3 കോളം നമ്പർ 4 മസ്റ്റായിട്ട് ഫില്ല് ചെയ്തിരിക്കണം. ഇത് ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ആപ്ലിക്കബിൾ ഇങ്ങനെ NA എന്നൊക്കെ ഇട്ട് വെച്ചേക്കും. പറ്റത്തില്ല, എഴുതിയേ പറ്റൂ. ആ 2 കോളത്തിനകത്ത് നിങ്ങൾ NA, നോട്ട് ആപ്ലിക്കബിൾ, നോട്ട് ഇൻ മൈ കമ്പനി ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. നോട്ട് മെറ്റ് അടിച്ച് കയ്യിൽ വരും. ഓക്കെ, ഇതിനകത്ത് ഈ വ്യക്തി, അതായത് ഈ സാമ്പിൾ റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ട് ഹൈറാർക്കി ഓഫ് കൺട്രോൾസ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹൈറാർക്കി ഓഫ് കൺട്രോൾസ് ഒരു എലമെൻറ്റിൽ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എഞ്ചിനീയറിംഗ് കൺട്രോൾസ്, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ് ആൻഡ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. ക്ലിയർ ആയിട്ട് ഒരു എലമെൻറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഹൈറാർക്കിയിൽ വേണം കഴിവതും ഫെർദർ ആയിട്ട് എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതുവാൻ ഉള്ളത്. എഴുതിയാൽ നല്ലത്, മാർക്ക് ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. ഓക്കെ, സോ അതിനകത്ത് 1, 2, 3 ഞാൻ വായിച്ചു തരാം. ബാക്കി സാമ്പിൾ റിപ്പോർട്ട് ഞാൻ പറഞ്ഞാണ് LMS-നകത്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കാം. സോ വാട്ട് ഫർദർ കൺട്രോൾസ് ആൻഡ് ആക്ഷൻസ് ആർ റിക്വയർഡ്. Enclosed area to be set up for sanding, grinding operations, including that will include a suitable local exhaust ventilation system. സാൻഡിങ്ങും ഗ്രൈൻഡിങ്ങും നമ്മുടെ ഒരു പെയിൻറ്റ് ബൂത്തിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, ഒരു ഗരാജിനെ കുറിച്ചാണ്. അവിടെ ഈ വണ്ടി ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, വണ്ടി പോളിഷ് ചെയ്യുക എന്നുള്ളത്. അവിടെയൊക്കെ മസ്റ്റായിട്ട് ലോക്കൽ എക്സോസ്റ്റ് വെന്റിലേഷൻ LEV ഇൻസ്റ്റാൾ ചെയ്യുക. കഴിവതും ഇങ്ങനെയുള്ള ഏരിയാസൊക്കെ നടക്കുന്ന റൂം എൻക്ലോസ് ചെയ്ത് അടയ്ക്കുക. ഇറ്റ് ഈസ് എ വെരി ഗുഡ്. അതായത് ഏതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? എലിമിനേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കൂടുതൽ. പിന്നെ പർച്ചേസ് ഓഫ് ഓൺ ടൂൾ ഡസ്റ്റ് എക്സ്ട്രാക്ഷൻ സിസ്റ്റം, ഒരു ഡസ്റ്റ് എക്സ്ട്രാക്ഷൻ സിസ്റ്റം പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. സോ അങ്ങനെ ലിസ്റ്റ് ഓഫ് കൺട്രോൾ മെഷേഴ്സ് ഈ വ്യക്തി ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ നോക്കൂ, എത്ര കൺട്രോൾ മെഷേഴ്സാണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്? 1, 2, 3, 4, 5, 6, 7, 8, ഓൾമോസ്റ്റ് 8 എണ്ണം ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില സ്റ്റുഡൻസ് 2 എണ്ണം മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കും. നിങ്ങൾക്ക് ഇവിടെയാണ് ലോക്കൽ റെഫറൻസസ് നിങ്ങൾക്ക് നോക്കാം. hse.gov.uk വെബ്സൈറ്റുകൾ റെഫർ ചെയ്യാം. hse.gov.uk വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ഹസാർഡ്സിൻ്റെയും റിസ്ക് അസസ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിനെ എങ്ങനെ നിങ്ങളുടെ കമ്പനിയുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും,
അങ്ങനെ എങ്ങനെ നിങ്ങളുടെ കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ഈ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുന്ന കമ്പനിയിൽ, അത് വച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ റിസ്ക് അസസ്മെൻറ്റ് കൺട്രോൾ മെഷേഴ്സ് എഴുതുവാനുള്ളത്. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ 1 or 2 അവിടെ എഴുതി വെച്ചെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു മാർക്ക് കിട്ടണമെന്ന് നിർബന്ധം ഇല്ല. നിങ്ങൾ നോട്ട് മെറ്റ് അടിച്ച് വരുവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് കർശനമായിട്ട് എഴുതുക. അത് കഴിഞ്ഞ് ഓരോ കോളത്തിനകത്ത് എഴുതുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗം കൂടെ ഉണ്ട്, ടൈം സ്കെയിൽ. ഈ ടൈം സ്കെയിൽ എഴുതുന്ന സമയത്ത് ഇതും വളരെ ക്രൂഷ്യലാണ്. ഒരുപാട് പേര് അവിടെ കൊണ്ടുവന്നിട്ട് ഇമ്മീഡിയറ്റ്, അർജൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കും. അതിന് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നോട്ട്, അല്ലെങ്കിൽ ഓൺ ഗോയിങ്, ഇങ്ങനെയുള്ള ജനറൽ ടേംസ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ഷുഡ് യൂസ് എ സ്പെസിഫിക് ഡ്യൂറേഷൻ ഫോർ ഈച്ച് ആക്ഷൻ. ഈ സ്പെസിഫിക് ഡ്യൂറേഷൻ ഫോർ ഈച്ച് ആക്ഷൻ എന്ന് പറയുന്നത് 1 ആഴ്ച മുതൽ 6 മാസം വരെ, 1 week to 6 weeks ഏത് വേണമെങ്കിലും നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം. പിന്നെ ഒന്ന് പ്രാക്ടിക്കബിൾ. സേ ഫോർ എക്സാമ്പിൾ, നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഒരു കൺട്രോൾ മെഷേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ലോക്കൽ എക്സോസ്റ്റ് വെന്റിലേഷൻ വാങ്ങിച്ച് കമ്പനിയിൽ വയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഡസ്റ്റ് എക്സ്ട്രാക്ഷൻ സിസ്റ്റം. ഈ നേരം കൊണ്ട് നിങ്ങളത് പഠിച്ചു കാണും. ഈ ഡസ്റ്റ് എക്സ്ട്രാക്ഷൻ സിസ്റ്റം എൻ്റെ ഒരു കൺട്രോൾ മെഷറായിട്ടുണ്ട്. അതായത് എൻക്ലോസ്ഡ് ഏരിയ ടു ബി സെറ്റ്. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കിക്കുക, 6 മാസം എഴുതിയിരിക്കുന്നുണ്ടോ നിങ്ങളുടെ സ്ക്രീനിൽ? ഈ 6 months എന്ന് എഴുതിയിരിക്കുന്നത് അവിടെ ഞാൻ കൊണ്ടുവന്നിട്ട് 1 week കൊടുത്താൽ അതൊരു പ്രാക്ടിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതൊരു കമ്പനിയിലും ഒരു സാധനം വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രോസസ്സുണ്ട്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങളൊരു റിക്വസിഷൻ അയക്കും. അത് നിങ്ങളുടെ മാനേജർ അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്തതിന് ശേഷം അത് പ്രൊക്യൂർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകും. പ്രൊക്യൂർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഒരു കൊട്ടേഷൻ വിളിക്കും പല കമ്പനീസിൽ നിന്നും. ആ കൊട്ടേഷനും സ്പെസിഫിക്കേഷനും തിരിച്ച് HSE ഡിപ്പാർട്ട്മെൻറ്റിൽ വരും. നിങ്ങൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കി സെലക്ട് ചെയ്യും. അതിനുശേഷം അത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകാൻ ചാൻസ് ഉണ്ട്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സൈറ്റൊക്കെ വിസിറ്റ് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പർച്ചേസ് ഓർഡർ റേസ് ചെയ്യും. പർച്ചേസ് ഓർഡർ കഴിഞ്ഞതിന് ശേഷം ഇവർ ചിലപ്പോൾ സാധനം ഇല്ലെങ്കിൽ ഓർഡർ ചെയ്യും. 1 മാസമോ 2 മാസത്തിനകത്ത് ഈ സാധനം വരാനാണ് ചാൻസ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഇൻസ്റ്റലേഷൻ പീരീഡ്, കമ്മീഷനിങ്, ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക പ്രാക്ടിക്കൽ എത്ര മാസം എടുക്കും. സോ ആ ലെവലിൽ വേണം ചിന്തിക്കാനുള്ളത്. ചുമ്മാ ഒരു ആക്ഷൻ എഴുതി വെച്ചിട്ട് എല്ലാം ഇമ്മീഡിയറ്റ് 1 day 2 day 1 week 2 week, നോ. നിങ്ങൾ എഴുതുന്ന ഓരോ കൺട്രോൾ മെഷേഴ്സിനും നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇതിന് ഇത്ര സമയം ഒരു പ്രാക്ടിക്കലി ഇത്രയും ആവും എന്നുള്ളത്. നിങ്ങൾ ആ രീതിക്ക് വേണം ചിന്തിച്ചെഴുതാനുള്ളത്. സോ വളരെ കെയർഫുള്ളായിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം സ്കെയിൽ വേണം നിങ്ങൾ അവിടെ കൊടുക്കുവാനുള്ളത്. സ്റ്റാർട്ടിങ് ഫ്രം 1 week to 6 months. ഇമ്മീഡിയറ്റ്, ഓൺ ഗോയിങ് ഇങ്ങനെയുള്ള വാക്കുകൾ ഒഴിവാക്കുക. അത് നല്ല ഒരു കാര്യം. ഇനി എനിത്തിങ് വിച്ച് ഈസ് എ ലൈഫ് ത്രെട്ടണിങ് തിങ്സ് വല്ലതും ആണെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഫൈൻ, 1 or 2 വല്ലതും നിങ്ങൾക്ക് എഴുതാം. ഇമ്മീഡിയറ്റ് എന്നോ ഓൺ ഗോയിങ് എന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. പക്ഷേ എല്ലാത്തിനും അങ്ങനെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. സോ യു ഹാവ് ടു ഹാവ് എ ക്ലാരിറ്റി ആസ് വെൽ ആസ് പ്രൊവൈഡ് എ സ്പെസിഫിക് ടൈം സ്കെയിൽ ടു ഓൾ ദി ആക്ടിവിറ്റീസ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാത്തിനും നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കാണാം. 6 months, 1 month, 1 month, 6 months എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായിട്ട് എല്ലാത്തിലും ടൈം സ്കെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൊടുക്കാതെ ഇരിക്കരുത്. ആൻഡ് ദെയർ ഗോസ് ടു ദി ലാസ്റ്റ് വൺ, റെസ്പോൺസിബിൾ പേഴ്സൺസ് ഫോർ ദ ജോബ്. ടൈം സ്കെയിൽ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ടൈം സ്കെയിൽ മാത്രം എഴുതിയാൽ പോരാ. ഇതിന് മറ്റൊരു ഭാഗം കൂടെ ഉണ്ട്. ആരായിരിക്കും നിങ്ങളുടെ കമ്പനിയിൽ ഇത് എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ബാധ്യസ്ഥനായുള്ള ആ പെർട്ടിക്കുലർ വ്യക്തി ആരാണ്, അതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് ഇതിനകത്ത് എഴുതണം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ആദ്യം ഇതിനകത്ത് ഡൈല്യൂഷൻ വെന്റിലേഷൻ ഇൻസ്റ്റലേഷനെ കുറിച്ചാണ്. ആരാണ് ചെയ്യാനുള്ളത്? വർക്ക്ഷോപ്പ് മാനേജർ. കാര്യം ഇത് വർക്ക്ഷോപ്പിൽ ഫിക്സ് ചെയ്യേണ്ട ആളാണ്. അപ്പം ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഡൈല്യൂഷൻ വെന്റിലേഷൻ എന്ന് പറയുന്ന ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട വ്യക്തി ആരാണ്? വർക്ക്ഷോപ്പ് മാനേജറാണ്. വ്യക്തമായിട്ട് എഴുതുക. അത് കഴിഞ്ഞ് പർച്ചേസ് ഓഫ് ഓൺ ടൂൾ ഡസ്റ്റ് എക്സ്ട്രാക്ഷൻ സിസ്റ്റംസ് ആരാണ്? ഫൈനാൻസ് ഡയറക്ടർ, ബിക്കോസ് ഹി ഹാസ് ടു ഗിവ് അപ്രൂവൽ. നൗ ഡിഫറെൻറ്റ് കമ്പനീസ് വിൽ ഹാവ് ഡിഫറെൻറ്റ് അപ്രൂവൽ ലെവൽസ് ആൻഡ് അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ആര് വേണം എന്ത് വേണമെന്നുള്ളത്. നിങ്ങളുടെ കമ്പനിയിൽ ആരാണോ അപ്രൂവൽ അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ജോബ് ആരാണോ ചെയ്യുന്നത് അവരെ പേര് നിങ്ങളിവിടെ കൃത്യമായിട്ട് എഴുതുക. എല്ലാം കൊണ്ടൊന്ന് സേഫ്റ്റി ഓഫീസർ എന്ന് എഴുതി വെക്കല്ലേ, മാർക്ക് കിട്ടൂല കുട്ടികളെ. അത് പിന്നെയും പ്രശ്നമാവും. റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ലൈവായിട്ട് ചിന്തിച്ച് നോക്കൂ, ഈ കമ്പനിയിൽ ആരായിരിക്കും ഇത് ചെയ്യുന്നതെന്നുള്ളത്, ആരായിരിക്കും റെസ്പോൺസിബിൾ പേഴ്സൺ എന്നുള്ളത് വ്യക്തമായിട്ട് ഓരോ ഏരിയയിൽ അതും കവർ ചെയ്ത് എഴുതിയാൽ മാത്രമേ നമ്മുടെ പാർട്ട് 2 റിസ്ക് അസസ്മെൻറ്റിന് നിങ്ങൾക്കെല്ലാം മെറ്റ് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്താവും? നോട്ട് മെറ്റ്, അതായത് നിങ്ങൾ തോറ്റു എന്നാണ് അതിന് അർത്ഥം. സോ ഒരിക്കൽ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയണേ, 5 ഹസാർഡ് കാറ്റഗറി, 5 ഹസാർഡ് കാറ്റഗറിയും 10 ഹസാർഡ്സും മസ്റ്റാണ്. അത് എഴുതിയില്ല എന്നുണ്ട് എങ്കിൽ തെറ്റാവും, ഫെയിലാവും. ഹസാർഡ് കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ ഉറപ്പുമായിട്ടും ഞാൻ ആദ്യം തന്നിരിക്കുന്ന ലിസ്റ്റിനകത്തുള്ള, അതായത് ഈ ഹസാർഡ് കാറ്റഗറി ലിസ്റ്റും നമ്മൾ LMSനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ഈ ലിസ്റ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ തരുന്ന അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം നിങ്ങൾ ഡൗൺലോഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.
ആ ഗ്രൂപ്പിലൂടെ ട്യൂട്ടേഴ്സ് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് തരും. ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ സേവ് ചെയ്തിടൂ. ലാസ്റ്റ് മിനിറ്റ് ഇതിന് വേണ്ടി കിടന്ന് ഓടരുത്. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ്, അതായത് നിങ്ങളുടെ ട്യൂട്ടർ നിങ്ങൾക്ക് തരുന്ന ഈ വക ഡോക്യുമെൻറ്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെൻറ്റ്സ് ആണ്. എക്സാം പാസ് ആവണമെങ്കിൽ, ഒരു കോഴ്സ് പഠിച്ച് എക്സാം പാസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തരുന്ന ഡോക്യുമെൻറ്റ്സും അറ്റ്ലീസ്റ്റ് നിങ്ങൾ എക്സാം തീരുന്ന സമയം വരെയെങ്കിലും നിങ്ങൾ സേവ് ചെയ്തെടുത്ത് വയ്ക്കുക. ഈ ഡോക്യുമെൻറ്റ്സ് വെച്ച് നോക്കിയിട്ട് വേണം നിങ്ങളുടെ പരീക്ഷ എഴുതുവാനുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഈ ഹസാർഡ് കാറ്റഗറി ലിസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് നോക്കിയിട്ട് ആ ഹസാർഡ് കാറ്റഗറീസിൽ നിന്ന് മാത്രം ഹസാർഡ് കാറ്റഗറീസ് സെലക്ട് ചെയ്ത് 10 ഹസാർഡ്സ് മിനിമം എഴുതണം. 9 ഹസാർഡ്സ് എഴുതിയാൽ നോട്ട് മെറ്റ്. 10, 11, 12 ഹസാർഡ്സ് എഴുതിക്കൊള്ളൂ, പ്രശ്നമില്ല. ഞാൻ പറയുന്നത് മിനിമം 10 എഴുതിയാൽ അത്രയെങ്കിലും എഴുതും നിങ്ങൾ. ഞാൻ 12, 15, 16 ഒന്നും എഴുതാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. മിനിമം 10 നിങ്ങൾ അവിടെ എഴുതി വയ്ക്കുക. 10 എഴുതിയാൽ മതി, നിങ്ങൾ പാസ്സായിക്കോളും. 5-ൽ നിന്നും 10 ഹസാർഡ്സ്, 5 കാറ്റഗറീസിൽ നിന്നും 10 ഹസാർഡ്സ്. അത് 5 കാറ്റഗറി ആവാം, 6 കാറ്റഗറി ആവാം, 7 കാറ്റഗറി ആവാം, ഒരു പ്രശ്നമില്ല. പക്ഷേ 5-ൽ നിന്നും കുറയാൻ പാടില്ല, 10-ൽ നിന്നും കുറയാൻ പാടില്ല. അണ്ടർസ്റ്റുഡ്? 5 ഹസാർഡ് കാറ്റഗറീസ് ആൻഡ് 10 ഹസാർഡ്സ്. അത് 5 ഹസാർഡ് കാറ്റഗറി ആവാം, 6 ഹസാർഡ് കാറ്റഗറി ആവാം, അതിൽ നിന്നും 10 ഹസാർഡ്സ് നിങ്ങൾ മസ്റ്റായിട്ടും എഴുതിയിരിക്കണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് 5 പാർട്ട് നമ്പർ 2. അധികം സമയം എടുക്കുന്നില്ല. ദാറ്റ്സ് ഓൾ ദ ബെസ്റ്റ്. സോ താങ്ക് യു ഓൾ. ആൻഡ് ഇതിൻ്റെ പാർട്ട് 3 ഉടനെ തന്നെ നമ്മൾ റിലീസ് ചെയ്യും. അത് റിലീസ് ചെയ്യാനായിട്ട്, നിങ്ങൾ അറിയുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ബെൽ ബട്ടണോ എന്തോ ഒരു സാധനമുണ്ട്, അതിലൊരു ക്ലിക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴത്തേക്ക് നിങ്ങൾ അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുന്നതായിരിക്കും യൂട്യൂബ്, നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ അടിക്കുന്നത്. കാര്യം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൻ്റെ പാർട്ട് നമ്പർ 3, ഈ ഹസാർഡ്സിനേക്ക് നമ്മൾ എങ്ങനെ ഫർദറായിട്ട് റിപ്പോർട്ടായിട്ട് എഴുതാം എന്നുള്ളതാണ് നമ്മൾ പാർട്ട് നമ്പർ 3-ൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. സോ താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു ദിസ് വീഡിയോ ആൻഡ് സൈനിങ് ഓഫ്. ഹാവ് എ വണ്ടർഫുൾ ഡേ. ടേക്ക് കെയർ. Bye-bye.